ചെറുതായിട്ട് വിളഞ്ഞ പപ്പായ വെച്ചിട്ട് നമുക്കൊരു മോര് കറി കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ കളറ് മാത്രമേ ഉള്ളൂ കേട്ടോ, മധുരം ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ മോര് കറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാനോർത്ത് അതൊരു വീഡിയോ ആയിക്കോട്ടെ, അറിയാത്തവർ ഉണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് നമ്മുടെ ചട്ടിയിലാട്ടോ വയ്ക്കുന്നത്, മൺകലത്തിൽ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പപ്പായ അതേപോലെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുവാണ് കേട്ടോ. വേവിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കുക. ഇതിൽ തേങ്ങയോ അങ്ങനെ ഒന്നും ചേർക്കുന്നൊന്നുമില്ല. ഞാൻ സാധാരണ മോരുകറിയുടെ ഒരു വീഡിയോ എൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അതേപോലെ തന്നെ കേട്ടോ ചെയ്യുന്നത്. ഇത് താളിക്കാൻ വേണ്ടിയിട്ട് കടുക്, ഉലുവ, അതേപോലെ ജീരകം, പിന്നെ കൊച്ചുള്ളി ഇടുന്നുണ്ട്, ഒരു 2-3 വെളുത്തുള്ളി, അതേപോലെ 2-3 പച്ചമുളകും, പിന്നെ ഒരു ഇഞ്ചി കഷ്ണവും, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും. ഇത്രയും മാത്രം മതിയാവും കേട്ടോ. അതേപോലെ കൊച്ചുള്ളി, വെളുത്തുള്ളിയൊന്നും താല്പര്യം ഇല്ലാത്തവർക്കാണെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ വേപ്പിലയും കൂടി വേണം. ഇപ്പോൾ വേപ്പില എൻ്റെ കയ്യിലില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ സാധാരണ ഇങ്ങനെ ഇത് ചില്ല് ഗ്ലാസ്സിലാണ് കേട്ടോ, ഈ ചില്ല് കുപ്പികളിലാണ് ഞാൻ ഇതേപോലെ പച്ചമുളക് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ മൂട് ഇത് ഞെട്ട് കളഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കുക. അപ്പോൾ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേ ഇവിടെ ഞങ്ങളുടെ പപ്പായ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം. അപ്പോൾ ഇവിടുത്തെ തൈരെന്ന് പറയുമ്പോൾ നല്ല കട്ട തൈരുമായിരിക്കും. ഇതുണ്ടാവില്ല കേട്ടോ, അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് മോര് കറിക്ക്. നമ്മുടെ നാട്ടിലെ പോലെ പുളി അധികം ഇല്ലാത്ത ഒരു മോര് കറി കേട്ടോ ഇവിടുത്തെ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമ്മൾ മാമ്പഴം ഇത് കറി ഉണ്ടാക്കില്ല, അതേപോലെ തന്നെയാണ് ഇതും. അപ്പോൾ അതേ നല്ല കട്ട തൈരാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ഇങ്ങനെ കറക്കിയ ഒരു ഇതാണ് കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. തേങ്ങ ഇടുന്നുണ്ടെങ്കിൽ ഈ തൈരിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ തേങ്ങ അരച്ചും ചേർക്കാമെന്ന് ഞാൻ ഇടാറില്ല. ഞാനിങ്ങനെ കട്ടത്തൈരായതുകൊണ്ട് തന്നെ ഞാനിവിടെ മോര് കറിക്ക് ഇങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ. എന്നിട്ട് നമ്മൾ തവി എടുക്കാണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. തവി എടുത്തു കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പപ്പായ നന്നായിട്ട് ഉടച്ചൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. പിള്ളേർക്ക് ഇവിടെ ഇഷ്ടമാണ് ഇങ്ങനെ കടിച്ച് കഴിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉടച്ചൊന്നും കൊടുക്കുന്നില്ല. വേണമെങ്കിൽ ഉടച്ചു കൊടുക്കാം കേട്ടോ, നമ്മൾ മാമ്പഴമൊക്കെ ഉടയ്ക്കുന്ന പോലെ തന്നെ. അപ്പോൾ അത് അവിടെ കിടക്കട്ടെ. ഓൾറെഡി ഉപ്പ് ഒക്കെ ചേർത്തത് കൊണ്ട് പിരിഞ്ഞ് അങ്ങനെയൊന്നും പോകുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. കടുകിട്ടു, അതേപോലെ ജീരകം, ഉലുവ എല്ലാം നന്നായിട്ട് ചേർത്തതിന് ശേഷം നമുക്ക് കൊച്ചുള്ളിയും അതേപോലെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും അതേപോലെ വെളുത്തുള്ളിയും എല്ലാം ഒരുമിച്ച് ചേർത്ത് നന്നായിട്ട് അത് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ റോസ്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി അതേപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഒഴിച്ചുകൂട്ടാൻ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങനത്തെ മോര് കറി അപ്പോൾ നമുക്ക് തേങ്ങയുടെ ഒന്നും ആവശ്യം വരില്ല. അപ്പോൾ മോരുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ കേട്ടോ, ഞാൻ കുമ്പളങ്ങ ആയാലും വെള്ളരിക്കയുടെ ആയാലും ഇങ്ങനെ തന്നെ ഞാൻ ചെയ്തെടുക്കാറ്. അപ്പോൾ ഇത്തിരി ഇങ്ങോട്ട് പിള്ളേർക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇടണ ഇഷ്ടം ഉള്ളത് കൊണ്ടാട്ടോ ഞാനിങ്ങനെ ചേർക്കുന്നത്. അതേപോലെ ഒരു തരിക്ക് പുളിയുള്ള മോരാണെങ്കിൽ ഒരു തരിക്ക് പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്. അതേപോലെ പഞ്ചസാര എല്ലാത്തിനും ഒരു തുള്ളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, എല്ലാ കറികൾക്കും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അതിൻ്റെ പുളിയും അതേപോലെ ഉപ്പും ഒക്കെ മിനിമൈസ് ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കറിയിലോട്ട് ആ താളിപ്പം കൊണ്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടച്ച് വെക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഉച്ചയ്ക്ക് ഊണിന് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ബൈ ബൈ.